ശ്രീകൃഷ്ണനെ ആരാധിക്കുന്നവർ വ്യാഴാഴ്ച വ്രതം എടുക്കുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും. അതിനായി തലേനാൾ മുതൽ തന്നെ വ്രതം ആചരിക്കേണ്ടതായുണ്ട്. ശരീരവും മനസ്സും ഒരുപോലെ ശുദ്ധമാക്കിക്കൊണ്ടാണ് വ്രതം ആചരിക്കേണ്ടത്. പിറ്റേ ദിവസം രാവിലെ, അതായത് വ്യാഴാഴ്ച രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധവൃത്തി വരുത്തി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനം നടത്തേണ്ടതാണ്. തുളസി ഏറ്റവും ഇഷ്ടപ്പെട്ട ഒന്നാണ് കണ്ണന്. അതുകൊണ്ട് തന്നെ തുളസിമാലയും കണ്ണന് ഏറ്റവും പ്രിയങ്കരം തന്നെ. അത് നമ്മുടെ കൈകൾ കൊണ്ട് സ്വയം കെട്ടാൻ സാധിക്കുമെങ്കിൽ അത്രയും നല്ലതായിരിക്കും. അതിന് അറിയാത്തവർ തുളസിമാല മേടിച്ച് കണ്ണന് സമർപ്പിക്കാവുന്നതാണ്. അന്നേ ദിവസം ഒരു നേരം മാത്രം ആഹാരം കഴിച്ചുകൊണ്ട് വ്രതം നോൽക്കുകയാണെങ്കിൽ ഏറെ ഉത്തമമായിരിക്കും. ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർ ആഹാരം കഴിച്ചുകൊണ്ടും എടുക്കാവുന്ന ഒരു നോയമ്പാണ് വ്യാഴാഴ്ച നോയമ്പ്. കൂടാതെ കണ്ണന് ഏറെ പ്രിയങ്കരമാണ് മന്ത്രങ്ങളും നാമജപങ്ങളും. നമ്മളാൽ കഴിയാവുന്ന രീതിയിൽ മന്ത്രങ്ങൾ ജപിച്ചും നാമങ്ങൾ കൊണ്ട് കണ്ണനെ പുകഴ്ത്തിയും നമുക്ക് നമ്മുടെ കണ്ണനെ സ്തുതിക്കാവുന്നതാണ്. അഭീഷ്ട കാര്യസിദ്ധിക്കായാണ് വ്യാഴാഴ്ച വ്രതം നാം എടുക്കേണ്ടത്. നമ്മുടെ കണ്ണൻ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് സാധിച്ചു തരുന്നത്. അപ്പോൾ നാം കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ കണ്ണൻ അത് സഹിക്കുകയില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ കഷ്ടപ്പാടിൻ്റെ പ്രതിഫലം എന്നോണം നമ്മുടെ ഏത് കാര്യവും സാധിച്ചു തരും നമ്മുടെ കണ്ണൻ. അന്നേ ദിവസം നാരായണീയമോ ജ്ഞാനപ്പാനയോ ഒക്കെ നമുക്ക് പാരായണം ചെയ്യാവുന്നതാണ്. ഇനി ഇതിനൊന്നും കഴിയാത്തവർ നാരായണ നാരായണ എന്ന നാമജപം കൊണ്ട് തന്നെ അന്നേ ദിവസം കഴിച്ചുകൂട്ടാവുന്നതാണ്. കണ്ണന് ഏറെ പ്രിയമുള്ള നാമമാണ് നാരായണ നാരായണ എന്നുള്ളത്.